അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് മുബശ്ശിർ തങ്ങൾ, ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ, നമ്മുടെ MLA മുനീർ സാഹിബ്, വേദിയിലെ SKSF-ൻ്റെയും അനുബന്ധ സംഘടനകളുടെയും ഭാരവാഹികൾ, TK മുഹമ്മദ് മാഷ് അടക്കമുള്ള ഈ പാലക്കുറ്റി മഹല്ല് ഭാരവാഹികൾ, മറ്റു സുഹൃത്തുക്കളെ, SKSF-ൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ സംഘടിപ്പിച്ച ശനി ഞായറുമായി നടക്കുന്ന പരിപാടിക്ക് മുന്നോടിയായി തന്നെ ഉദ്ഘാടന സമ്മേളനം ഇന്നിവിടെ നടക്കുകയാണ്. നാളെ കലാസാഹിത്യ സംബന്ധിച്ച്, ആ വിഭാഗം സംബന്ധിച്ച് ഒരു സെമിനാർ ഇവിടെ നടക്കുന്നുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ അടുക്കും ചിട്ടയോടുകൂടിയുള്ള ഒരു പരിപാടിയാണ് ഈ സർഗലയം കൊടുവള്ളി അതിന് ആതിഥ്യമരുളുന്നത്. ഒരു കൊടുവള്ളിക്കാരൻ എന്ന നിലയ്ക്ക് ഏറെ അഭിമാനമുണ്ട്. നമുക്കറിയാം, ഇവിടെ പ്രിയപ്പെട്ട മുബശ്ശിർ തങ്ങളും ഹമീദ് അലി തങ്ങളും മുനീർ സാഹിബൊക്കെ പറഞ്ഞതുപോലെ കലയുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും അതുപോലെ സർഗാത്മകതയും നമ്മുടെയൊക്കെ മനസ്സിൽ എങ്ങനെയാണ് അതിൻ്റെ സ്വാധീനം ഈ കാലഘട്ടത്തിൽ ഒരു ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതാണ് അവർ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഒരു സവിശേഷമായ സമൂഹമായ മുസ്ലിം സമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ ഇസ്ലാമിക സമാജത്തിന് ഈ മേഖലയിൽ മഹിതമായ ഒരു പാരമ്പര്യമുണ്ട്. അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെടാനുള്ള ഒന്നതല്ല. അതിനൊരുപാട് കാരണങ്ങളുമുണ്ട്. ഈ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്ന രീതിയും മറ്റു പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം വന്ന രീതിയും വിഭിന്നമായതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹും സംഘവും കേരളത്തിലേക്ക് കടന്നു വന്ന കാലം, അതിനു മുമ്പേ അറബികൾക്ക് നമ്മുടെ ഈ കേരളക്കരയുമായി ബന്ധമുണ്ട്. കച്ചവട ആവശ്യാർത്ഥം അവിടെ വന്നിട്ടുണ്ട്. ചേരമാൻ പെരുമാൾ രാജാവ് മക്കത്ത് പോയി നബിതങ്ങളെ കണ്ടുവെന്നും സത്യദീൻ സ്വീകരിച്ചു എന്നും മടങ്ങി വരുന്ന വഴി അദ്ദേഹം മരണപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഈ ചരിത്രത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും നിഷേധിക്കാത്തൊരു കാര്യമുണ്ട്. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കേരളത്തിലേക്ക് വന്നു എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആബാലവൃദ്ധം ജനങ്ങളാണ് അന്ന് അവരെ സ്വീകരിച്ചത്. ഇവിടെയുള്ള സമൂഹം മൊത്തമായിട്ട് ഇങ്ങനെ ഒരു പുതിയ തത്വസംഹിതയെ, ഒരു സന്ദേശത്തെ ഏറെ ഹൃദ്യമായിട്ട് തന്നെയാണ് സ്വീകരിച്ചത്. അങ്ങനെ ഇവിടെ രൂപപ്പെട്ടു വന്ന ഒരു സമൂഹം ഇവിടെ ജീവിച്ചത് സ്വന്തമായൊരു വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹവുമായി ലയിച്ചു ചേർന്നുകൊണ്ടാണ്, കേരളീയ സമൂഹവുമായി ലയിച്ചു ചേർന്നുകൊണ്ടാണ് അവരിവിടെ ജീവിച്ചത്. അത് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നമുക്കത് കാണാൻ സാധിക്കും. അത് അവരുടെ ഭക്ഷണമായിരുന്നാലും വസ്ത്രമായിരുന്നാലും അവരുടെ ജീവിത രീതിയിലെ മുഴുവൻ കാര്യങ്ങളെയും അവരുടെ ഭാഷയെയും ഒക്കെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ വലിയ തോതിൽ അനുഭവിച്ച ഒരു കാലഘട്ടത്തിൽ വരേണ്യവർഗത്തിന് മാത്രം ഭാഷ പഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന കാലത്ത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി ഇവിടെ മുസ്ലിങ്ങൾ വന്നപ്പോൾ ആ വഴിയും ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകളൊക്കെ വരികയുണ്ടായി. അവരിവിടെ മതപ്രബോധനം നടത്താൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അവർ ഏറ്റവും മറ്റുള്ളവരോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, അവരിവിടെ നമ്മുടെ പോലെ ഇങ്ങനെ ഈ കാലഘട്ടത്തിലെ പോലെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ മറ്റു സംവിധാനങ്ങൾ ഉപയോഗിച്ച് മതത്തെ പ്രചരിപ്പിക്കുകയല്ല ചെയ്തത്. അവരാദ്യമായി കൃത്യമായി ചെയ്തത് മതം ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള വീടുകളിൽ ചെന്ന് 40ഓളം വീടുകളിൽ ചെന്ന് അവിടെയൊക്കെ ഭക്ഷണമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുകയാണ്. അറബികളുടെ ഒരു രീതിയാണത്. അങ്ങനെ ഈ സമൂഹത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം മനുഷ്യന് ഭക്ഷണം തന്നെയാണ്. ഇപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത് അത്ര മനസ്സിലാവില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് എൻ്റെ കൂടെ പഠിച്ച മുഴുവൻ ആളുകളും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച ആളുകളായിരുന്നില്ല. ഇന്നത്തെ പോലെയുള്ളൊരു കാലഘട്ടമല്ല. ഒരു സൽക്കാരം ഉണ്ടാവുക, ഒരു വിശേഷ ദിവസം ഉണ്ടാവുക മാത്രമാണ് നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ പറ്റുക. ആ കാലഘട്ടത്തിൽ
എല്ലാവരും ഒരുമിച്ചാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. എല്ലാവരും ഒരുമിച്ചാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ സജീവമായ കാര്യങ്ങളും ചെയ്തത്, നല്ല കാര്യങ്ങളും ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹോദര്യം അക്കാലത്തുണ്ടായിരുന്നു. അങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രത്യേകമായി നിന്നത് അവർ കൃത്യമായിട്ട് അവരൊരു ഭാഷ ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മൾ അറബി മലയാളം. ഞാൻ തന്നെ പലപ്പോഴും ഈ കൊടുവള്ളിയിലും പരിസരത്തൊക്കെ നമ്മുടെയൊക്കെ പല വേദികളിലും പറഞ്ഞത് തന്നെയാണ്. ഞാൻ ജില്ലാ SSFൻ്റെ പരിപാടി SKSFൻ്റെ പരിപാടി ആയതുകൊണ്ടാണ് ഇവിടെ അത് സൂചിപ്പിക്കുന്നത്, വീണ്ടും ആവർത്തിക്കുന്നത്. നമ്മളുടേതായ ഒരു ഭാഷ ഇവിടെ ഉണ്ടാക്കിയെടുത്തവരാണ്. അറബി മലയാളം എന്ന് പറയുന്നത് നമുക്ക് മദ്രസയിലെ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ് വരെയുള്ള ഒരു കേവലം ലിപി മാത്രമല്ല, അതൊരു ഭാഷയായിട്ട് കണ്ട സമൂഹമാണ് മലയാളി മുസ്ലിങ്ങൾ. അറബി തമിഴും അറബി പഞ്ചാബിയും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര സജീവമായിരുന്നില്ല. ഈ ഭാഷയിൽ 5000-ഓളം ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു, പാട്ടുകൃതികളുണ്ടായിരുന്നു, പടപ്പാട്ടുകളുണ്ടായിരുന്നു. ഏതാണ്ട് 300 ചില്ലാണം പടപ്പാട്ടുകളും 100 ചില്ലാണം മാലപ്പാട്ടുകളും ഈ മേഖല ഉണ്ടായിരുന്നു. ഔഷധ ഗ്രന്ഥങ്ങൾ, ഡിക്ഷണറികൾ, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് ചാർ ദർവേശ് എന്ന പേരിൽ അറബി മലയാളത്തിൽ നോവലുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സമ്പന്നമായ ഒരു സാഹിത്യ സാംസ്കാരിക മേഖല, സ്വന്തമായ ഒരു ഭാഷ മലയാളിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. പ്രത്യേകിച്ച് ഈ SKSFനെ പോലെയുള്ളൊരു സംഘടനയിൽ വേദിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു മഹിതമായ പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും. ചിലപ്പോൾ അറബി മലയാളത്തെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം. മലയാളത്തിലെ പ്രമുഖനായ ഒരു സാഹിത്യകാരൻ മുസ്ലിങ്ങളുടെ 500 കൊല്ലത്തെ മണ്ടത്തരം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അറബി മലയാളത്തിൻ്റെ ഒരു സംവിധാനത്തിൽ ആ ഒരു ചെറുപ്പത്തിലെ വളർന്നു വന്നൊരു സാഹചര്യം അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ്. അതിനപ്പുറം നമ്മുടെയൊക്കെ ഇപ്പോൾ സാക്ഷരതയുടെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ ഭാഷയാണോ ലിപിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാക്ഷരത എന്ന് പറഞ്ഞാൽ ഭാഷയിലാണോ ലിപിയാണോ എന്ന്. മലയാളത്തിൽ നമുക്കറിയാം, മലയാളികൾ പൂർണ്ണമായും സാക്ഷരരായത് 91-ലാണ്. എന്നാൽ അതിൻ്റെയൊക്കെ മുമ്പേ നമ്മുടെയൊക്കെ നാട്ടിൽ മലയാളത്തിലെ സാക്ഷരരാണ് നമ്മളൊക്കെ വീട്ടിലെ ഉമ്മാമ്മമാരും ഉപ്പാപ്പന്മാരും. അത് മലയാള ലിപിയിലല്ല, അറബി മലയാളത്തിലാണെന്നേ ഉള്ളൂ. ഇവിടെയാണ് ഭാഷയുടെ കാര്യത്തിൽ വലിയ സ്വന്തമായ ഒരു വ്യക്തിത്വം നിലനിർത്താനും ഒരു ചരിത്രമുണ്ടാക്കാനും കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും ആവിഷ്കരിക്കുകയായിരുന്നു അവരുടെ സാഹിത്യവും കലയൊക്കെ. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പാട്ടും സാഹിത്യവും അറബി മലയാളത്തിലെ പദ്യങ്ങളാണ് നമ്മളെ പാട്ടാവുന്നത്. 1607-ലാണ് മുഹിയുദ്ദീൻ മാല ഉണ്ടാവുന്നത്. ഖാദി മുഹമ്മദ് തങ്ങളിവിടെ അത് സൂചിപ്പിച്ചു. ഖാദി മുഹമ്മദ് 25ഓളം പുസ്തകങ്ങൾ എഴുതിയ വലിയൊരു പണ്ഡിതനാണ്. ഫത്തുഹുൽ മുബീൻ എന്ന അറബി കവിത എഴുതിയ ആളാണ്. പോർച്ചുഗീസുകാർക്കെതിരെ പട നയിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഫത്തുഹുൽ മുബീൻ എന്ന അറബിയിലെ ഒരു വലിയൊരു കാവ്യഗ്രന്ഥം എഴുതിയ ആളാണ്. അതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ ആളാണ് അദ്ദേഹം. ആ പണ്ഡിതനായ അദ്ദേഹത്തിൻ്റെ മുഹിയുദ്ദീൻ മാല മുതൽ 1607 മുഹിയുദ്ദീൻ മാലയിൽ പറയുന്നുണ്ട്, കൊല്ലം 782 ഞാൻ കോർത്തേ ഈ മാലേനെ 155 ഇത് കൃത്യമായി രേഖപ്പെടുത്തുകയാണ് 1607-ലാണെന്ന് നമ്മുടെ ഈ പാട്ടെഴുത്ത് ആരംഭിച്ചത് എന്നുള്ളത്. ആ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയുള്ള അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളായിരുന്നു, മാലകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇഫായി മാല, നഫീസത്ത് മാല പോലെയുള്ള മാലപ്പാട്ടുകൾ. ഇപ്പോൾ സംഗീത ചികിത്സയുടെയൊക്കെ ഒരു കാലഘട്ടമാണല്ലോ. അതിനെക്കുറിച്ചൊക്കെ വലിയ ഗവേഷണം നടത്തുന്ന ആളുകളൊക്കെ ഈ കാലത്തുണ്ട്. മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഇടയിൽ പ്രസവ വേദന ലഘൂകരിക്കുന്നതിന് വേണ്ടി നഫീസത്ത് മാല ആലപിക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ മുൻഗാമികൾ ഈ സംഗീതത്തിനും ആലാപനങ്ങൾക്കും അതിൻ്റെ വൈവിധ്യത്തിനും അത് വല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഭക്തിയുടെ ആവേശവും വേദനകൾ ലഘൂകരിക്കുമെന്ന് കണ്ടെത്തിയവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ നഫീസത്ത് മാല ചൊല്ലിക്കൊണ്ട് ഒരു പണ്ട് കാലത്തൊക്കെ ഹോസ്പിറ്റലൊക്കെ അങ്ങനെയുള്ള സാധ്യത ഇല്ലാത്ത കാലത്ത് മനോഹരമായിട്ട് നഫീസത്ത് മാല ആലപിക്കാൻ കഴിയുന്ന ആളുകളെ കൊണ്ടുവരുമായിരുന്നു എന്നൊക്കെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു പാരമ്പര്യം നമുക്ക് ഈ മേഖലയിലുണ്ട്. അതിലൊക്കെ ഉപരിയായി സമൂഹത്തിൽ ഈ കലകൾ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്തതെന്നുള്ളതാണ്. 1857-ലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത്. ശിപ്പായി ലഹള നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കേരളത്തിൽ അത്ര സജീവമായിരുന്നില്ല, ദക്ഷിണേന്ത്യയിൽ തന്നെ സജീവമായിരുന്നില്ല.
എന്നാൽ മലബാറിലെ നമ്മുടെയൊക്കെ മുൻഗാമികൾ ആ സമരത്തിൻ്റെയും 13 വർഷം മുമ്പ് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ കപ്രാട്ട് കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന ഒരു ജന്മിയും അവിടുത്തെ തൊഴിലാളികളും തമ്മിലുള്ള ഒരു സമരത്തെ അധികരിച്ച് 847 എഴുതിയ ഒരു പുസ്തകമുണ്ട്, ചേറൂർ പടപ്പാട്ട് എന്ന് പറയുന്നൊരു ഗ്രന്ഥം. ആ പടപ്പാട്ട് എഴുതിയ ആളുകൾ അതൊക്കെ പാടാൻ തുടങ്ങി. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആഹ്വാനമായി കണ്ട ഗവൺമെൻറ് 847 ഇത് നിരോധിക്കുകയുണ്ടായി. ചേറൂരിലെ മുഹമ്മദ് കുട്ടിയും മുഹിയുദ്ദീനുമാണ് ഇത് എഴുതിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ക്ലാസ് എടുക്കുകയൊന്നുമല്ല, ഞാൻ പറഞ്ഞു വന്നത് ശിപ്പായി ലഹളയുടെ 10 വർഷം മുമ്പ് ഒരു സാഹിത്യകൃതി, ഒരു പാട്ടുകൃതി നിരോധിക്കപ്പെട്ട മണ്ണാണ് കേരളത്തിലെ, വിശേഷിച്ച് മലപ്പുറത്തെ നമ്മുടെ മലബാറിലെ മണ്ണ് എന്ന് പറയുന്നത്. ചരിത്രം ഇതുപോലെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താത്തത് കൊണ്ടാണ്. ഒരു വേള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിൽ ആദ്യമായിട്ടൊരു പാട്ടുകൃതി നിരോധിച്ചത് അതായിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ പുതിയ ചരിത്രാന്വേഷകർ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഡോക്ടർ മോയിൻ ഉദവി മലയമ്മ ഈ അടുത്ത കാലത്ത് പാലക്കാട് അബൂബക്കർ മുസ്ലിയാർ എന്ന വലിയൊരു ധീരദേശാഭിമാനിയുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. മമ്പുറം തങ്ങളുടെയും വാരിയംകുന്നത്തിൻ്റെയും കാലത്ത് ഇവിടെ ഈ പ്രദേശത്തുള്ള നമ്മുടെയൊക്കെ പ്രദേശമടക്കമുള്ള 20ഓളം പള്ളികളുടെ ഖാദിയായിരുന്ന പാലക്കാട് അബൂബക്കർ മുസ്ലിയാരുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെക്കിടയിലുള്ള കുട്ടികളിലെ ചരിത്രാന്വേഷകർ, ഗവേഷകരൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒന്നാമത് പറയാനുള്ളൊരു കാരണം, ഇവിടെ നിലവിലുള്ള തെളിയിക്കപ്പെട്ട ചരിത്രങ്ങളെപ്പോലും നിരാകരിക്കുന്ന, നിഷേധിക്കുന്ന, വക്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ചരിത്ര സത്യങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും നമ്മുടെ പഠന സമൂഹത്തിനും നമ്മുടെ ഗവേഷകർക്കും ഉണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളൊരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ചെറൂർ പടപ്പാട്ട് ചരിത്രം 1892 മഞ്ചേരി സംഭവത്തെ അധികരിച്ച് എഴുതിയ മഞ്ചേരി പടപ്പാട്ടും മണ്ണാർക്കാട്ട് പടപ്പാട്ടൊക്കെ നിരോധിക്കപ്പെട്ട പാട്ടുകളാണ്. കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ ഒരു പാട്ട് ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടി നിരോധിച്ചു. മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിൽ ഈ സമൂഹത്തിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം എഴുതുകയാണ്. 1842 അദ്ദേഹത്തിൻ്റെ പാട്ട് ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുകയാണ്. കൊണ്ടോട്ടിക്കടുത്ത മോങ്ങത്ത് വള്ളുവമ്പ്രത്ത് സ്ഥാപിച്ച ഹിച്ച്കോക്കിൻ്റെ പ്രതിമ. ഹിച്ച്കോക്ക് മലബാറിലെ സമരസേനാനികളെ പീഡിപ്പിക്കാനും കൊല്ലാനും മുന്നോട്ട് വന്ന ആളാണ്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചു. അതിനെതിരെ കമ്പളത്ത് ഗോവിന്ദൻ പാട്ട് എഴുതി. നമ്മളുണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതുവേറ്റ് മുട്ടുവാൻ. നാട്ടുകാർ തൻ ചോരയാൽ തടിച്ചു വീർത്ത ബ്രിട്ടനെ, നാട്ടിലുള്ള ജന്മിമാരെ പാട്ടിലാക്കിയ ദുഷ്ടനെ. ആളുകൾക്ക് മനസ്സിലായി ഇതാരാ. അന്ന് ഒരു വാരികയിൽ ഇത് പ്രസിദ്ധീകരിക്കുകയാണ്. ആളുകൾ ഈ പാട്ട് കേട്ട് സംഘമായി ഈ പ്രതിമ പൊളിക്കാൻ പോയി. സമര നേതാക്കൾ അവരെ പിന്തിരിപ്പിച്ചു. ഈ പാട്ട് കണ്ടുകെട്ടി കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ മാപ്പിളപ്പാട്ട് ആ കാലഘട്ടത്തിൽ നിരോധിച്ചു. അദ്ദേഹത്തെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് പാട്ടുകൊണ്ട്. അപ്പോൾ ആ പാട്ടിലൊരു വരിയുണ്ട്, രാജ്യസ്നേഹം വീറുകൊണ്ട് കൂട്ടരുണ്ട് ഈ നാട്ടില്, രക്ഷ വേണമെങ്കിൽ മണ്ടിക്കോട്ട വേരിംഗ്ലണ്ടില്. ഇതൊക്കെ ആവേശം പകർന്ന വരികളാണ്. ഇങ്ങനെയുള്ള ഒരു ചരിത്ര പാരമ്പര്യം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഭാസ്കരൻ മാഷക്ക് ഒരു മലബാർ സ്വാതന്ത്ര്യ സമരത്തെ പ്രചോദിപ്പിച്ച് ഒരു മാപ്പിളപ്പാട്ട് ഇതിൻ്റെ പേരിൽ ഒളിവിൽ പോകേണ്ടി വന്നു 3 മാസക്കാലം. മഞ്ഞണിഞ്ഞ മാമല തെളിഞ്ഞിടും മലനാട്ടിലെ, പൊന്നണിഞ്ഞ വയലുകൾ പൂളഞ്ഞിടും മലനാട്ടിലെ, വിസ്മരിക്കുകയില്ല ഞങ്ങൾ അക്രമത്തിൻ പേരില്, വിസ്മയം വളർത്തിടും ആ വിപ്ലവത്തിൻ തേരില്. അന്നു വീണു മൺമറഞ്ഞ ധീരരാം മുസ്ലിങ്ങളെ, വന്നു ചേർന്ന വലിയ തോക്കിൻ നേർക്കടുത്ത യുവാക്കളെ. ഈ പാട്ടിൻ്റെ വരികളാണ് അധികാരികളെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് ഈ പാട്ട് കലാസാഹിത്യം എന്നൊക്കെ പറയുന്നത് ഈ ദുർബലമായ വികാരങ്ങളെ മാത്രം ആവിഷ്കരിക്കുന്ന ഒന്നല്ല. പെൺകുട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ട് പാട്ട് എഴുതുമ്പോഴും പ്രണയഗാനങ്ങളും മാത്രം ആവിഷ്കരിക്കാനുള്ളതല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വളരെ ഗൗരവമായ കാര്യങ്ങളാണ്. ഒരു സദസ്സിൽ ചിലപ്പോൾ നമുക്ക് പ്രസംഗത്തെക്കാൾ വലിയ കാര്യം 2 വരി കവിതയിലുണ്ടാകും. ഈ വളരെ കൃത്യമായി ചിലപ്പോൾ ഇപ്പോൾ വയലോരത്തോരോ കാതിർ കൂല കുത്തി പറക്കുമ്പോൾ മതി മറന്നൊരു ചെറു കിളി പാടി, വയർ നീറച്ചിടാൻ ധാന്യക്കൂലയേകി എനിക്കെന്നെ പടച്ചവനൊരുവനാണ് അവനിലാഹി. ഇവിടെ ധാന്യക്കുല ഇങ്ങനെ കൊത്തിപ്പറിക്കുന്ന കിളികൾക്ക് പോലും
അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇവർക്ക് ഭക്ഷണം എത്തിക്കുന്നത് എന്ന് നമ്മോട് പറഞ്ഞ എത്രയെത്ര പാട്ടുകളുണ്ട്. പാടും മയിലും കുയിലുണ്ട്, കാട്ടിലോടി കളിക്കുന്ന മാനുണ്ട്, വൈവിധ്യ വർണ്ണങ്ങൾ വൈരുദ്ധ്യ ഭാവങ്ങൾ സൃഷ്ടിച്ചത് ഈ മണ്ണിലാരാണ്. എത്രയോ പാട്ടുകൾ, പ്രാർത്ഥനകൾ. എന്തിലും ഇല്ല നസീബ്, എത്രയും പാപി ഖരീബ്, സ്വന്തമില്ലാരും കനീവ്, സ്വത്തതും മക്കൾ കഴിവ്, ഇല്ല കക്ഷി ഞാനേ, കഴിഭക്ഷകൻ നീയാണേ. മനോഹരമായി ഈ പാട്ടുകൾ കേട്ട് ആവശ്യത്തിനാണ് നമ്മളെ കുട്ടിക്കാലം. നമ്മൾ ചരിത്രം പഠിച്ചത് പാട്ടുകളിലൂടെയല്ലേ? നമ്മളൊക്കെ ചരിത്രം പഠിച്ചത് അങ്ങനെയില്ലേ? ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇബ്രാഹിമിനും അദ്ഹം ബന്ധമെന്ന പുണ്യപുരുഷനെ കുറിച്ച് സ്കൂളിലോ മദ്രസിലോ പഠിച്ചിട്ടില്ല. ഞാനൊരു പാട്ട് പുസ്തകത്തിലൂടെയാണ്, ഇബ്രാഹിമിനും അദ്ഹം കിസ്സപ്പാട്ടിലൂടെ. KNS മൗലവിയൊക്കെ ഇവിടെ ഉണ്ട്, അവരൊക്കെ ഇത് പാടി പറയുന്നവരാണ്. വലിയ വലിയ സൗഭാഗ്യങ്ങളിൽ ജീവിച്ച ഇബ്രാഹിമിനും അദ്ഹം, അദ്ദേഹം ഈ ജീവിതത്തിൻ്റെ കൃത്യമായ നിസ്സഹായാവസ്ഥ കണ്ട് സുഖസൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച് സൂഫിയായി മക്കത്ത് പോയി ജീവിക്കുകയാണ്. ഉമ്മ, അദ്ദേഹത്തിൻ്റെ മകൻ പിന്നീട് രാജാവായി. എല്ലാവരും ഉപ്പയെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഉപ്പയെ ഒന്ന് കാണണമല്ലോ എന്നറിഞ്ഞുകൊണ്ടാണ് ഉമ്മയും മകനും മക്കത്ത് പോകുന്നത്. ഇബ്രാഹിമിനും അത് ഞാൻ ചുരുക്കി പറയാം. ഇബ്രാഹിം അദ്ഹമിനെ കണ്ടപ്പോൾ, അദ്ദേഹത്തിന് ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി, ബാപ്പയും മകനും തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷത്തിൽ ഈ മകൻ പറയാണ്, തരണം പീതാവോരെ ഉങ്ങളോടികേ താനത്തിലാരും എനിക്കില്ലല്ലോ, ഭരണത്താലേറ്റം നിഴമത്തുണ്ടെന്നാലും ബാവായെ എനിക്ക് സുഖമില്ലല്ലോ. എനിക്ക് ഭരണത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ബാപ്പ എൻ്റെ കൂടെ ഇല്ല. അതുകൊണ്ട് ബാപ്പ മടങ്ങി വരണമെന്ന് പറയുമ്പം ബാപ്പയുടെ മറുപടിയാണ്, അപവാനോടപ്പോൾ ജവാബ് മാകേനിലേളെ അരുമക്കാനിയേ നാം കാണും കിയാമം നാളെ, സബിജോതി താഹീറം തന്നീലെല്ലാരും കൂടും സംഘത്തിലേത് തലത്ത് ഞാൻ വന്ന് ചോടും. ഞാൻ വരുന്നില്ല, വിധിയുണ്ടെങ്കിൽ നമുക്ക് നാളെ മഹ്ശറയിൽ വെച്ച് കാണാമെന്ന് പറയുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ചരിത്രബോധത്തെ ആവിഷ്കരിക്കുകയാണ്. നമ്മുടെയൊക്കെ ചരിത്രബോധത്തെയും നമ്മൾ ഇങ്ങനെയുള്ള വിശേഷങ്ങളും കഥകളും ഇങ്ങനെയുള്ള ചരിത്രമൊക്കെ കണ്ടല്ലേ നമ്മൾ വളർന്നത്. ഈ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ്. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗനിർഭരമായ ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് പാട്ടുകാരാണ്. നമുക്ക് മതപ്രഭാഷണ വേദികളിലും ആത്മീയ നേതാക്കന്മാരും ഉസ്താദുമാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ പാട്ടുകളും ഇതിനെ സജീവമാക്കിയിട്ടുണ്ട്. ഇലാഹായ പോരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. എത്രയെത്ര പാട്ടുകളാണ് ഈ ഒരു വിഷയത്തിൽ തന്നെ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ, ബാപ്പ അവിടെ ഞാൻ നിധി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. എത്രയോ പാട്ടുകളില്ലേ. എസ്.എ. ജമീൽ എഴുതുകയാണ് ഈ ഒരു ചരിത്രം. എത്ര മനോഹരമായിട്ടെന്നറിയോ. ദാനധർമ്മ പ്രാർത്ഥന വ്രതങ്ങൾ അനുഷ്ഠിച്ചു വൃദ്ധ ദമ്പതികൾ ഒരു കുഞ്ഞിനു പല നാൾ, ദശാബ്ദങ്ങൾ 8-9 കഴിഞ്ഞൊരാ ദാമ്പത്യ വല്ലരി പൂത്ത അവസാനമൊരു നാൾ, വല്ലരി പൂത്ത അവസാനമൊരു നാൾ. ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂസാ നബിയും ഫിർഔന്റെയും ചരിത്രം, യൂസുഫ് നബിയുടെ ചരിത്രം. അഴകിൽ മികച്ച് നിൽക്കും യൂസുഫ് നബി ഇല്ലേ. എത്ര മുന്തി ബഹർ നീന്തിയുടെ ഇഷ്കുടെ ചിന്ത മികന്തരശിക്കുളലങ്ക, മിസ്ര പതിവാണിടും അരശന് അസീസുടെ പുകൾ മടവാർ സുലൈഖ, ബന്ധകമ്പന്നതിൽ കൊതി മതം വെത്തും സന്തത മുതിമതി വിധമൊളി കത്തും. യൂസഫിന് ഇവിടെ ചരിത്രമൊക്കെ പറയുന്ന പാട്ടുകളാണ്. ഇതൊക്കെ നമുക്ക് ചരിത്രം നമ്മളെ മനോഹരമായിട്ട് നമ്മളെ പഠനത്തോടൊപ്പം നമുക്ക് പിന്തുണ നൽകിയ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഇപ്പോൾ സമകാലിക ഈ ചരിത്രത്തെ എങ്ങനെ നമ്മൾ സമകാലിക വിഷയമായിട്ട് കൂട്ടിമുട്ടിക്കുക. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി തെരഞ്ഞെടുപ്പ്
2 തെരഞ്ഞെടുപ്പ് അടുത്ത് വരാനുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചൊക്കെ പാട്ടുകൾ ഇറക്കാറുണ്ട്. മുനീർ സാഹിബൊക്കെ പോയി, അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഈ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ വെച്ച് പാട്ടൊന്നും ഇറക്കേണ്ട കാര്യമല്ല. ഒരു ചരിത്രമായ ഒരു ഗാനമുണ്ട്, വളരെ ചരിത്ര പ്രാധാന്യമുള്ള. നീതിമാനായ ഭരണാധികാരിയും ജനപ്രതിനിധിയും എങ്ങനെയായിരിക്കണം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ പത്നി, രാജ്ഞി, ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് ഭരണാധികാരിയും ഭാര്യയും തമ്മിലുള്ള സംഭാഷണം. പ്രിയപ്പെട്ടവളെ, എനിക്ക് കുറച്ച് മുന്തിരി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിന്റെ കയ്യിൽ വല്ല പൈസയുണ്ടോ? ഈ രാജ്ഞി പറയാണ്, നിങ്ങൾ ആരാണ്? അങ്ങാര് എന്നറിയില്ലേ, നിങ്ങൾ ഈ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 അണയില്ല യാചകരായെന്നോ പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിൽ അമീറാണെന്ന്, എന്നാലും എൻ്റെതായൊരു ദിർഹമുമില്ല പ്രിയേ, ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി 4. ഇതൊക്കെ നിങ്ങൾ കേട്ട് ഡാൻസ് ചെയ്യുന്ന പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ, ഇതിലൊരു വരിയുണ്ട്, ഒറ്റ വരി മതി, ഇലക്ഷനിൽ വെച്ചു കൊടുത്താൽ മതി. അമവിയ രാജകുമാരൻ സുഖലോലുപനാം ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഇപ്പോൾ അധികാരത്തിൽ ഇപ്പോൾ അഴിമതിക്കെതിരെയൊക്കെ പ്രസംഗിക്കേണ്ട കാര്യമല്ല. ഈ പാട്ട് ഇങ്ങനെ, ഈ വരി ഇങ്ങനെ വെച്ചു കൊടുത്താൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് മനസ്സിലാവും. പഴയ കാര്യങ്ങൾ നമ്മളെ പുതിയ കാര്യങ്ങളോട് കൂട്ടി ഇണക്കൽ അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയുള്ള വലിയ ആ തരത്തിലാണ് നമ്മൾ പാട്ടുകളെ സമീപിക്കേണ്ടത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആൾ സംസാരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പാട്ടുകളും കലയും സാഹിത്യമൊക്കെ മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പഴയ പാട്ട് ഇങ്ങനെ പാടിയാൽ മാത്രം പോരല്ലോ, പഴയ കഥകൾ പറഞ്ഞപ്പോൾ നമ്മളോട് എങ്ങനെ ഇതൊക്കെ സംവദിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി നമുക്ക് വേണം. ഇപ്പോൾ ഈ ഉപദേശങ്ങളൊക്കെ പാട്ടിലൂടെ നൽകുന്ന കാലം എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ ചീട്ട് കളി കൊണ്ട് വീട്ടിനെ പട്ടിണിയാക്കല്ലേ, ഇപ്പൊ ആരും ചീട്ട് കളിക്കല്ല, അപ്പൊ ട്രേഡിങ് കൊണ്ട്, അല്ലെങ്കിൽ എന്താണ്, പല കളികൾ കൊണ്ട്, സോഷ്യൽ മീഡിയയിലെ ചില PUBG പോലെയുള്ള സംവിധാനം കൊണ്ട് ഇടങ്ങേറാക്കണമെന്ന് ആ പാട്ടിൻ്റെ വരിയിൽ എഴുതണം. എത്ര മനോഹരമായിട്ടാണ് അക്കാലത്ത് ഈ ചീട്ട് കളി കൊണ്ട് വീട്ടിനെ പട്ടിണിയാക്കല്ലേ. പഴയ കാലത്തെ ഗ്രാമഫോൺ റെക്കോർഡിലെ പാട്ടാണ്. എത്രയോ പാട്ടുകളുണ്ട്. കണ്ടത് കാണാതായല്ലോ, കാണാത്തത് കുറെ കണ്ടല്ലോ, കാണാൻ ഇനിയും പലതുണ്ടെന്നൊരു കാലമായി പോയല്ലോ, വീട്ടിലടുപ്പിൽ തീയില്ല, വീടി വലിക്കാൻ വയ്യില്ല, പിക്ചർ കാണലൊഴിച്ചൂടാത്തൊരു കാലമായി പോയല്ലോ. പിക്ചർ കാണുക, സിനിമ കാണുക, ഇന്നപ്പോൾ കേബിൾ TV ഒഴിച്ചുകൂടാത്തൊരു കാലമായി പോയല്ലോ എന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒഴിച്ചുകൂടാത്ത കാലമായി പോയല്ലോ നമ്മൾ മാറ്റി എഴുതണം. ഇങ്ങനെയുള്ള ഓരോ കാലത്തോടൊപ്പമാണ് അങ്ങനെയുള്ള പാട്ടുകളാണ്. ആകാശത്തിൽ ചെന്നിട്ട് അമ്പിളിയിൽ കാൽ കുത്തിയിട്ട് അതിനും അപ്പുറം ചെല്ലണമെന്നൊരു കാലമായി പോയല്ലോ. 70കൾക്ക് മുമ്പിൽ എഴുതിയൊരു പാട്ടാണിത്. അങ്ങനെ എത്രയോ പാട്ടുകൾ. വെള്ളം മലിനപ്പെടുത്തല്ല, വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കല്ല. നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ആലോചിച്ചു തുടങ്ങി. പരിസ്ഥിതി എന്ന് പറയുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പാട്ടാണ്. എത്രയാണ്? അല്ലാഹുവിൻ തിരുകൽപ്പന കൊത്തുന്ന എല്ലാം ജീവിക്കണം, അന്യന്റെ സ്വത്തും മുതലിനോടുള്ള ആശ എന്നും വെടിയണം, പച്ചക്കള്ളം പറഞ്ഞിട്ട് നടത്തണ കച്ചവടമരുതേ, 10ൽ 11 പലിശ എടുത്തിട്ട് പറ്റിക്കലുമരുതേ. പലിശ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ പലിശ ഒന്നും ആരും വാങ്ങാറില്ല, കൊടുക്കാറുമില്ല. ലാഭം എന്ന് പേര് പറയും. ഇതൊക്കെ അതുപോലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. നല്ല മനുഷ്യനാകാൻ നോക്കുന്നൊരു നാടകം ഉണ്ടായിരുന്നു 1940കളിലെ 50കളിൽ. എങ്ങനെയാണ്, ഞാനത് കണ്ടിട്ടൊന്നുമില്ല. ഞാനതിൻ്റെ നാടകത്തിലെ പുസ്തകം വായിച്ചപ്പോൾ അതിലൊരു രംഗമുണ്ട്. അതിൽ ആചാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മൂപ്പർക്ക് കുറച്ച് ഈ പലിശൻ്റെ ഇടപാടൊക്കെ ഉണ്ട്. മൂപ്പര് ഭാര്യയോട് പറയണത്, ബിയാത്തു, ഞാൻ അങ്ങാടി പോവുകയാണ്, വേലായുധൻ ഇവിടെ പൈസ കൊണ്ടുവന്നാൽ അത് വാങ്ങി വെക്കണമെന്ന്. ഈ പാവപ്പെട്ട നാടൻ പെണ്ണല്ലേ, ഏറനാട്ടിലെ, അവള് പറയാണ്, നമ്മളെ പലിശന്റെ പൈസ അല്ലേ, ഞാൻ വാങ്ങി വെച്ചോളാം. മിണ്ടരുതടി ജാഹിലേ, ലാഭം എന്നേ പറയാവൂന്ന്. മിണ്ടരുതടി ജാഹിലേ, ലാഭം എന്നേ പറയാവൂ. ഞാനിപ്പോ ഈ 10ൽ 11 പലിശ എടുത്തിട്ട് പറ്റിക്കലുമരുതേ. നമ്മൾ പലിശക്ക് ലാഭം എന്ന് പറയും, കൈക്കൂലിക്ക് കമ്മീഷൻ എന്നും പറയും. അല്ല എങ്ങനെ കണക്കാക്കുന്നത് എനിക്കറിയില്ല. ഇവിടെ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പോഴാണ് നമുക്ക് സമാധാനമാണ് അങ്ങനെയൊക്കെ. ഞാൻ കമ്മീഷൻ വാങ്ങുന്നേ ഉള്ളൂ, ഞാൻ കൈക്കൂലിയൊന്നും വാങ്ങുന്നില്ല, ഞാൻ പലിശ വാങ്ങുന്നില്ല, ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ ലാഭമാണ് എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടി സമാധിക്കുന്നത്. പടച്ചോൻ വിടും, നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഇതൊക്കെ പുതിയ കാലത്തോടാണ് സംസാരിച്ചത്. ഞാൻ ഏറ്റവും ഞാൻ അവസാനിപ്പിക്കുക. ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പണത്തിനോടുള്ള നമ്മൾ ആർത്തിയും. പണം നമ്മൾ എങ്ങനെയും ഉണ്ടാക്കും, എങ്ങനെയും ചിലവഴിക്കും, വളരെ ഗംഭീരമായിട്ട് നമ്മൾ ദാനം ചെയ്യും, വളരെ ഉദാര മനസ്കരാണ് നമ്മൾ. പക്ഷെ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് നമുക്കൊരു വിഷയമായിട്ടില്ലാരും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ആർഭാടത്തിൻ്റെയും വല്ലാത്ത തരത്തിലുള്ള പെരുമയുടെയും പേരിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ പേരിലൊക്കെ ഉണ്ടാക്കുന്ന പേക്കൂത്തുകൾ അത് നമ്മൾ പറയുന്നതിലും അപ്പുറമാണ്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. രാത്രിയിൽ കിടന്നുറങ്ങണമെന്നും ഭക്ഷണം മിതമായി കഴിക്കണമെന്ന് നമ്മോട് പറഞ്ഞൊരു സമയം. ഞാനത് പറയാൻ അർഹനല്ല. എൻ്റെ തടി മുഴുവൻ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട, അത് പാരമ്പര്യമായിട്ട് തന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എവറത്. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വേണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞ ഒരു തത്വ സംഹിതയാണ് നമ്മൾ. ഇപ്പം പാതിരയോളമുറക്കമൊടിച്ച് നടക്കല് നന്നല്ലാത്തത് നന്നോർത്ത് നടക്കല് നന്നല്ല. എൻ്റെ അങ്ങാടി കൊടുവള്ളി അങ്ങാടിയെക്കാലത്തിന് വലിയ അങ്ങാടി ഒന്നും അല്ലല്ലോ. അവിടെയുണ്ട് രാത്രി 3 മണി വരെ ഹോട്ടൽ. കാരണം രാത്രി 3 മണി വരെ ഹോട്ടൽ തുറന്നിട്ടുണ്ടെങ്കിൽ രാത്രി ഉറക്കമൊഴിച്ച ആളുകൾ, ഞാൻ പ്രാദേശികമായ കാര്യം പറയല്ല, എളേറ്റിൽ വട്ടവളിയിൽ നിന്ന് നരിക്കുനി വഴി കക്കോടി വഴി കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ 8 മണിക്ക് ശേഷം ഒറ്റ ഹോട്ടൽ നിങ്ങൾ കാണുകയില്ല. എന്നാൽ എളേറ്റിൽ വട്ടവളി അടക്കം നെല്ലാങ്കണ്ടി കൊടുവള്ളി വഴി കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ നേരം പൊളുക്കോളം നടന്ന ഹോട്ടലിൽ കാണാം. കിടന്നുറങ്ങണമെന്നും രാത്രിയിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഉറക്കമൊഴിക്കരുതെന്നും രാവിലെ കൃത്യമായിട്ട് എഴുന്നേൽക്കണമെന്ന് പറയുന്ന സമൂഹം കൂടുതൽ ജീവിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ 2ാമത്തെ റൂട്ടിലാണ്. അവിടെയാണ് ഹോട്ടലുകൾ രാവിലെ വരെ സജീവമാകുന്നത്. ഇത് ഞാൻ തമാശക്ക് വേണ്ടി പറയുന്ന കാര്യമല്ല, മുജീബൊന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പറയുന്നതിന് എതിരാണ് ചെയ്യാന്നുള്ളത്. ബസ് കയറി നിൽക്കുമ്പോൾ ഒരു പ്രായമുള്ള ആൾ മുമ്പിലുള്ള കുട്ടിയോട് പറയാണ്, മോനെ തല പുറത്തിട്, കൈ പുറത്തിട്. അപ്പോൾ ബസ്സിലെ കണ്ടക്ടർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കുട്ടിയോട് ഈ പറയുന്നത് ചോദിച്ചാൽ പറഞ്ഞു, ഓൻ പറയുന്നതിനെതിരെ ചെയ്യൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുപോലെയുള്ളൊരു സ്വഭാവത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുകയാണ് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. ഞാൻ പറഞ്ഞു വന്നത് ഈ ആർഭാടത്തിൻ്റെയൊക്കെ പേരുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു കല്യാണത്തിന് പോയി. ഞാനും അടക്കം നിങ്ങൾ ഈ സ്റ്റേജിലുള്ള മഹാന്മാരായ ആളുകളൊക്കെ പലപ്പോഴും സൗഹൃദത്തിൻ്റെ പേരിൽ പല കല്യാണങ്ങളിലും നമ്മൾ പങ്കെടുക്കേണ്ടി വരും. ഞാനവിടെ കല്യാണത്തിന് ചെന്നപ്പോൾ എനിക്ക് എൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവറും ഉണ്ട്. ചെന്നപ്പോൾ എന്നോട് ആ വീട്ടിൽ ഞാൻ അറിയുന്ന ഒരാൾ പറഞ്ഞു, കരുതിയ ഭക്ഷണം കഴിക്കാവും, സാധാരണ കഴിക്കുന്ന സാധനമൊക്കെ വീട്ടിൽ കിട്ടും. ഇവിടെ നിങ്ങൾ ജീവിതത്തിൽ കാണാത്ത പല രാജ്യങ്ങളിലെയും ഭക്ഷണമുണ്ട്. നിങ്ങൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഞങ്ങൾ 2000 റുപ്യ ഒരു പ്ലേറ്റിന് കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നമ്മൾ 2 ആളും കൂടി 4000 റുപ്യക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം. എൻ്റെയൊക്കെ പുരയിൽ മാസത്തിൽ 10000 റുപ്യ മതി, ചെറിയ കുടുംബമാണ്. ഞാൻ അപ്പം ഞെട്ടി, 6000 ആളെ കല്യാണമാണ്, എത്ര കോടി റുപ്യയാണ് ഭക്ഷണത്തിന് ചിലവാക്കുന്നത്. അതും മിതമായി ഭക്ഷണം കഴിക്കണമെന്നുള്ള അനുശാസനം ചെയ്യേണ്ട ഒരു വ്യക്തിയുടെ കല്യാണമാണ്, അതനുസരിക്കേണ്ട ഒരാളുടെ കല്യാണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മോട് ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഒരു പാട്ടുണ്ട്. മാതാവില്ല പുള്ളിപ്പട്ട് തുണിയുമില്ല, മുട്ടില്ല വിളിയില്ല കളിയുമില്ല, ഒപ്പനയില്ല കൈമുട്ടില്ല ചിരിയുമില്ല, കൽബിൻ്റെ മുട്ടും തട്ടും അല്ലാതെയില്ല. 1970 പുറത്തിറങ്ങിയൊരു പാട്ടാണ്. മാതാവ് പഴയ കാലത്തെ പുതിയ പെണ്ണിൻ്റെ ആഡംബര വസ്തുവാണ്, പട്ടാണ്. മാതാവ് പുള്ളിപ്പട്ട് തുണിയുമില്ല, ഒപ്പനയില്ല, കൈമുട്ടില്ല, ഡാൻസും ഒന്നുമില്ല. മാത്രമല്ല പഴയ കാലത്തെ ബാൻഡ് സെറ്റാണ്, മുട്ടും വിളിയും അതുമില്ല. മാതാവില്ല പുള്ളിപ്പട്ട് തുണിയുമില്ല, മുട്ടില്ല വിളിയില്ല കളിയുമില്ല, ഒപ്പനയില്ല കൈമുട്ടില്ല ചിരിയുമില്ല, കൽബിൻ്റെ മുട്ടും തട്ടും അല്ലാതെയില്ല. ഹൃദയത്തിൻ്റെ താളം മാത്രമേ ഉള്ളൂ. ആരെ കല്യാണം എന്നറിയോ? അലിയാരെ കല്യാണ പുതുമ ചൊല്ലാം, മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ കല്യാണമേ. ഞാൻ അപ്പം ആലോചിച്ചാണ്, 1970 തുടക്കത്തിൽ എഴുതിയൊരു പാട്ടാണ്. ആ പാട്ട് ഇക്കാലത്തോടാണ് സംസാരിക്കുന്നത്. അതാണ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ കാലത്തോട് സംസാരിക്കുന്ന രീതിയിൽ പുതിയ മേഖലയിലെ എഴുത്തുകാർ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം.
പണ്ടൊക്കെ ഒരു പാട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എന്തെല്ലാം പാടാണ്. എൻ്റെയൊക്കെ നാട്ടിലേക്ക് PT മൂസക്കുട്ടി എന്ന് പറയുന്ന ഒരാളുടെ സീലടിച്ചുകൊണ്ട് പാട്ട് പുസ്തകം എളേറ്റിൽ വട്ടോളിയിലെ ആഴ്ച ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ പാട്ടിങ്ങനെ കാണും. ഗുണമണിയായ റസൂലുള്ള തണിപകരും ഗുരു നൂറുള്ള പാട്ട് അന്ന് 50 പൈസ 20 പൈസ കൊടുത്ത് വാങ്ങും. പാട്ട് പഠിക്കും. എല്ലാ പഴയ പാട്ടുകളും അവിടെ കിട്ടും. നമ്മളത് വാങ്ങും. അക്കാലത്ത് അങ്ങനെയാണ്, നമ്മൾ പോയി വാങ്ങണം. ഗ്രാമഫോൺ റെക്കോർഡ് പോയി വാങ്ങണം. ഇപ്പം അതൊന്നും ആവശ്യമില്ല. രാവിലെ തന്നെ നമുക്ക് പാട്ടുകാർ, വലിയ വലിയ പാട്ടുകാർ ലിങ്ക് അയച്ചു തരും. ഒന്ന് കേൾക്കൂ എൻ്റെ പാട്ട് എന്ന് പറഞ്ഞു. നമുക്കാണെങ്കിൽ ഈ കൃത്യമായിട്ട് അഭിപ്രായം സോപ്പിട്ട് പറയാനായിട്ട് അറിയില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരാളെ എനിക്ക് പാട്ട് ഇങ്ങനെ പല എല്ലാം കേൾക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് ഞാൻ പാട്ട് കേട്ടാൽ വലിയ സംഭവമാണല്ലോ, അങ്ങനെയുള്ള ചില പോയത്തക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കും. അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ പാട്ടുകളൊന്ന് കേൾക്കണോ. ഞാൻ ഇദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അദ്ദേഹമാണ് പാടിയതും. എഴുതിയ ആളെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇയാളെ എഴുതിയെന്ന് എനിക്ക് അറിയില്ല, ഇയാൾ പാടിയെന്ന് എനിക്കറിയാം. ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അത്ര രസം തോന്നിയില്ല. മാത്രമല്ല ഒരു വികലമായ രീതിയിൽ അദ്ദേഹം ഈ പാട്ട് എഴുതിയത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പാട്ട് പാടിയതൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ എഴുത്ത് കുറച്ചുകൂടി ഗൗരവമാക്കണം. അപ്പം അയാൾ എന്നോട് വളരെ ചൂടായിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് എഴുതിയത്. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം ചൂടായിട്ട് എന്നോട് സംസാരിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ, എൻ്റെ പാട്ട് 35,000 ആൾ കണ്ടിരിക്കുന്നതെന്ന്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, 35,000 വിഡ്ഢികൾ ഈ ലോകത്തുണ്ട് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ പാട്ടൊക്കെ കേൾക്കുകയാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്. ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ കേൾപ്പിക്കുന്ന ഒരു കാലമാണ്. നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഇപ്പം എന്തും ചെയ്യാം, എന്തും പറയാം മനുഷ്യരോട്. സൗകര്യങ്ങൾ വളരെ സാമ്പത്തികമായിട്ടൊരു പ്രശ്നവും നമുക്കില്ല, ഇതൊക്കെ ചെയ്യാം. ഈ കാലത്ത് നമ്മൾ പാട്ടുകളോടും കലയോടും സാഹിത്യത്തോടും നമ്മുടെ സമീപനം എന്താണ്? ഈ കാലത്തോട് സംവദിക്കേണ്ടതെന്നാണ്. ഒരുപാട് ഉസ്താദുമാർ നമ്മുടെ പരിധിക്കും പരിമിതിക്കുമുള്ളിൽ നിന്നുകൊണ്ട് നല്ല പാട്ടുകൾ എഴുതുന്ന, നല്ല പാട്ടിൻ്റെ ട്രെൻഡ്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട ഒരു പാട്ടുണ്ട്, ബദർ യുദ്ധത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്. ബദർ നമ്മളോട് തന്നെയാണ്, നമ്മുടെ ശരീരത്തെയാണ് ബദറുമായി തട്ടിക്കേണ്ടത് എന്ന് പറയാണ്. ഇപ്പോൾ ബദർ നമ്മുടെ സദറിലാദ്യം നടക്കണം, ആ ബഹർ നീന്തിയിട്ടക്കരയ്ക്ക് കടക്കണം. ബദർ നമ്മുടെ സദറിലാദ്യം നടക്കണം, ആ ബഹർ നീന്തിയിട്ടക്കരയ്ക്ക് കടക്കണം. സത്യദീനിന്റെ സന്ദേശമുള്ള നന്മയും തിന്മയും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം പറയാണ്. എത്ര മനോഹരമായിട്ട് ഈ ഭാവന നിങ്ങൾ. സബറതെന്ന ശീലയാൽ കൊടികെട്ടണം, കിബിറതെന്ന അബുജാഹിലിൻ തലവെട്ടണം. നമ്മുടെ ശരീരത്തിലെ കിബർ അത് അബുജാഹിലാണ്, അതിൻ്റെ തലയാണ് കൊയ്യേണ്ടതെന്ന് പറയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദേശങ്ങളുള്ള പാട്ടുകളൊക്കെ ഈ കാലത്ത് വരുന്നുണ്ട്. അതിനെ കുറച്ചുകൂടി നിങ്ങളൊക്കെ സജീവമായി ഇതിനെയൊക്കെ ജനകീയമാക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനോഹരമായിട്ട് പുതിയ കാലത്തിൻ്റെ സാധ്യതകളെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ പഴയ പാട്ടുകൾ ഇങ്ങനെ പാടുന്നതോടൊപ്പം നമ്മുടെ സർഗപ്രതിഭകൾ SKSFനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു ചാനലൊക്കെ തുടങ്ങാൻ ഒരു സംഘടനക്കൊന്നും വലിയ വിഷയമൊന്നുമില്ല. ചാനലൊക്കെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ പരിധിക്കും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ സർഗലയത്തിലൂടെ കണ്ടെത്തുന്ന പ്രതിഭകളെ അവരെ ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ അവരുടെ മനോഹരമായ കണ്ഠനാളം കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ വലിയ സ്വീകാര്യത ഉണ്ടാക്കുന്ന ഈരടികൾ കൊണ്ട് നമുക്ക് പ്രകമ്പനം ഉണ്ടാക്കാം. നമുക്ക് വലിയ വലിയ ആവേശത്തിൽ ഈ സത്യദീനിൻ്റെ സന്ദേശം അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ആ തരത്തിലുള്ളൊരു സമീപനം നമുക്ക് വേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കലയെയും സാഹിത്യത്തെയും ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ട് നടന്നൊരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. ആ പൈതൃകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ സത്യദീനിൻ്റെ സന്ദേശവും നന്മയുടെ സന്ദേശവും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ഈ സർഗലയത്തിലെ പ്രതിഭകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മാത്രവുമല്ല ഈ ശനിയും ഞായറുമായി നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.